ഏവർക്കും വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിലെ തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രോബ്ലം സെക്ഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ബാക്കി പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് എടുത്തെഴുതണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ walks on a straight road from his home to market 2.5 km away with a speed of 5 km per hour. Finding the market closed, he instantly turns and walks back home with a speed of 7.5 km per hour. Then our sentence, what is the magnitude of average velocity and average speed of the man over the time intervals? First time interval 0 to 30 minutes, then second time interval 0 to 50 minutes, then third time interval 0 to 40 minutes. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ അയാളുടെ വീട്ടിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നു? മാർക്കറ്റിലേക്ക് പോകുവാണ്. ഓക്കെ, വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് പോകുന്നു. ഇത് മാർക്കറ്റാണ്, ഇത് അയാളുടെ വീടാണ്, ഹോമാണ്. ഓക്കെ, സോ അയാളുടെ വീടും മാർക്കറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്ന വേഗത 5 കിലോമീറ്റർ പെർ അവർ ആണെന്നും തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 5 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ നിന്നും തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന പറയുന്നത് 7.5 കിലോമീറ്റർ പെർ അവർ ആണെന്നും തന്നിരിക്കുന്നു. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡും അതുപോലെ ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കുക ഓവർ ദ ടൈം ഇന്റർവെൽസ്. തന്നിരിക്കുന്ന ടൈം ഇന്റർവെല്ലുകൾക്കുള്ളിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. സോ ആ ടൈം ഇന്റർവെല്ലുകൾ ഞാൻ എടുത്തെഴുതാം. ഫസ്റ്റ് ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 0 to 30 മിനിറ്റ്സ്, അതായത് 0 മുതൽ 30 മിനിറ്റിന് ഇടയിലുള്ള ആ ഒരു ടൈം ഇന്റർവെല്ലില് അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 0 to 50 മിനിറ്റ് എത്രയാണ്? 0 to 50 മിനിറ്റ് ആണ്. 50 മിനിറ്റിന് ഇടയിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 0 to 40 മിനിറ്റ് എത്രയാണ്? 0 to 40 മിനിറ്റ്. ഇത്രയും ടൈം ഇന്റർവെല്ലുകൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്നും, അതുപോലെ ആവറേജ് വെലോസിറ്റി നമ്മൾ എഴുതുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്നുമാണ്. സോ ആ രണ്ട് ഇക്വേഷനിലും ഒരു ടൈം ഫാക്ടർ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ടൈമിന്റെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തന്നിട്ടുള്ളത് ഡിസ്റ്റൻസും ഉണ്ട്, കറസ്പോണ്ടിങ് സ്പീഡുകളും ഉണ്ട്. അത്രേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ഡിസ്റ്റൻസും അതുപോലെ സ്പീഡും നമുക്ക് എങ്ങനെ ടൈം കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഉള്ള ഇക്വേഷൻ ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്നുള്ളത്. അതിൽ നിന്നും ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ കറസ്പോണ്ടിങ് ടൈമുകൾ കണ്ടെത്തണം. ആ ടൈമുകൾ എന്ന് പറയുന്നത് ഒന്ന് വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്താനെടുത്ത സമയം, മറ്റേ ടൈം എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്താനെടുത്ത സമയം. രണ്ട് വ്യത്യസ്ത സമയങ്ങളാണ്. കാരണം ഇവിടെ ഡിസ്റ്റൻസ് ഒരുപോലെയാണെങ്കിലും സ്പീഡ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ സമയത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ സമയങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ സമയം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു റീച്ച് ദ മാർക്കറ്റ്. എന്താണ്? ടൈം ടേക്കൺ ടു റീച്ച് ദി മാർക്കറ്റ്, അതായത് മാർക്കറ്റിലേക്ക് എത്താൻ എടുത്ത സമയം. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത സമയം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ റിട്ടേൺ ജേണി. അദ്ദേഹത്തിന്റെ മടക്കയാത്ര, അതായത് മാർക്കറ്റിൽ നിന്നും അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം എത്ര സമയം കൊണ്ടാണ് ട്രാവൽ ചെയ്തത്, അതാണ് രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ടൈം ടേക്കൺ ആണ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ആണ് ഡിവൈഡ് ബൈ സ്പീഡ്. അത് മാർക്കറ്റിലേക്ക് വന്നപ്പോഴുള്ള സ്പീഡ് 5 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 1/2 എന്ന് കിട്ടും അല്ലേ? 1/2 എന്താണ്? അവേഴ്സ് ആണ്. എത്രയാണ്? 1/2 അവേഴ്സ് ആണ്. കാരണം ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലും സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലുമാണ്. സോ ടൈം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് അവറിലായിരിക്കും. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 1/2 അവർ ആണ്. അതായത് ഒരു അവറിന്റെ പകുതി. ഒരു അവർ നമുക്ക് എത്രയാണെന്ന് അറിയാം? ഒരു അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഓക്കെ, സോ 1/2 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 of 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും അല്ലേ? സോ ഈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ
മിനിറ്റിൽ നമ്മൾ ആ ഒരു കൺവേർഷൻ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതുപോലെ അടുത്ത സമയം കണ്ടുപിടിക്കണം. മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്താൻ എടുത്ത സമയവും കണ്ടുപിടിക്കണം. ഓക്കെ, അവിടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 തന്നെയാണ്. സോ 2.5 ഡിവൈഡ് ബൈ അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 7.5 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. എത്ര കിട്ടും? 1/3 അവർ എന്ന് കിട്ടും. കാരണം ഇവിടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലും സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. സോ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 1/3 അവർ എന്ന് കിട്ടി അല്ലേ? സോ നമുക്കറിയാം 1 അവർ 60 മിനിറ്റ് ആണ്. സോ 1/3 ഓഫ് 1 അവർ, അതായത് 1/3 ഓഫ് 60 എത്ര കിട്ടും? നമുക്ക് 20 മിനിറ്റ് എന്ന് കിട്ടും അല്ലേ? 20 മിനിറ്റ് എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? 1/3 അവർ എന്നാണ്. 1 അവർ ആണ് എത്ര? 60 മിനിറ്റ്. നമുക്ക് അവറിൽ നിന്നും മിനിറ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്യുന്നത്. സോ 1/3 into 60 നമുക്ക് എത്ര കിട്ടും? 20 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്ക് രണ്ട് സമയങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് രണ്ടും എന്തിലാണ്? മിനിറ്റിലുമാണ്. സോ നമ്മുടെ സമയങ്ങൾ എന്താണ്? 30 മിനിറ്റും അതുപോലെ തന്നെ 20 മിനിറ്റുമാണ്. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് സമയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തൽക്കാലം ഈ സമയത്തെ സെക്കൻഡിലേക്കൊന്നും മാറ്റുന്നില്ല. ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് വെലോസിറ്റിയും അതുപോലെ ആവറേജ് സ്പീഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണ്ടുപിടിക്കാൻ ആദ്യത്തെ ടൈം ഇന്റർവെൽ പറയുന്നത് 0 to 30 മിനിറ്റ്. അതായത് ആദ്യത്തെ 30 മിനിറ്റിൽ അയാളുടെ ആവറേജ് സ്പീഡും അതുപോലെ ആവറേജ് വെലോസിറ്റിയും നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് 30 മിനിറ്റ് എന്ന് പറയുന്നത് അയാൾ വീട്ടിൽ നിന്നും മാർക്കറ്റ് വരെ എത്താനെടുത്ത സമയമാണ് അല്ലേ? സോ അയാളുടെ ഡയറക്ഷൻ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എലോങ് ദി എക്സ് ആക്സിസ്, എലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അവിടെ ഡയറക്ഷൻ ചേഞ്ച് ഒന്നുമില്ല. വീട്ടിൽ നിന്ന് അയാൾ നേരെ ഇറങ്ങി മാർക്കറ്റിലേക്ക് എത്തി. ഓക്കെ, കാരണം തിരിച്ചൊന്നും അയാൾ വന്നിട്ടില്ല. സോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, സോ അയാളുടെ ജേർണി എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ആദ്യത്തെ 30 മിനിറ്റിൽ. ഓക്കെ, സോ നമ്മുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആവറേജ് വെലോസിറ്റി ഇൻ 30 മിനിറ്റ്. ആവറേജ് വെലോസിറ്റി ഇൻ 30 മിനിറ്റ്. ആദ്യത്തെ 30 മിനിറ്റിലെ അദ്ദേഹത്തിന്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ആണ്. സോ ഇവിടെ അദ്ദേഹം കവർ ചെയ്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 2.5 കിലോമീറ്റർ ആയിരിക്കും. കാരണം എന്താണ്? ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്തിയത്. സോ അദ്ദേഹം കവർ ചെയ്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് 2.5 കിലോമീറ്റർ ആയിരിക്കും. അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 2.5 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ടൈം ടേക്കൺ എത്ര തന്നെയാണ്? 30 മിനിറ്റ് ആണ്. എത്രയാണ്? 30 മിനിറ്റ് ആണ്. ഇവിടെ 2.5 എന്ന് പറയുന്നത് കിലോമീറ്ററിലാണ്. ഇവിടെ 30 എന്ന് പറയുന്നത് മിനിറ്റിലാണ്. കിലോമീറ്ററിലും അതുപോലെ തന്നെ മിനിറ്റിലും വെച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ആവറേജ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ കിലോമീറ്റർ പെർ അവറിലോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മിനിറ്റ് ആണ്. 30 മിനിറ്റ് ആണ്. സോ നമ്മൾ ഈ 30 മിനിറ്റിനെ എന്തിലേക്ക് മാറ്റണം? അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്കറിയാം 60 മിനിറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 അവർ. ഓക്കെ, സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/60 ഓഫ് അവർ ആയിരിക്കും. 1/60 ഓഫ് ആൻ അവർ ആയിരിക്കും എത്ര? 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മിനിറ്റിൽ തന്നിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 30 ഡിവൈഡ് ബൈ 60 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണ്. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.5 ഡിവൈഡ് ബൈ 1/2 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ 1/2 അവർ എന്ന് എഴുതി ഓർമ്മയില്ലേ? ആ സമയം തന്നെയാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. എത്ര കിട്ടും? 5 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. കാരണം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് നമ്മുടെ ആവറേജ് വെലോസിറ്റി ആണ്. സോ 5 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അവർ ഇൻവേഴ്സ് നമുക്ക് നമ്മുടെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ആദ്യത്തെ 30 മിനിറ്റിലുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ആദ്യത്തെ 30 മിനിറ്റിലുള്ള ആവറേജ് സ്പീഡ് കണക്കാക്കുവാണ്. ആദ്യത്തെ 30 മിനിറ്റുള്ള ആവറേജ് സ്പീഡ് എത്രയാണ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ആദ്യത്തെ 30 മിനിറ്റിലുള്ള ആവറേജ് സ്പീഡാണ് നമ്മൾ ഇൻ 30 മിനിറ്റ്. അതാണ് നമ്മൾ അടുത്ത കണക്കാക്കാൻ പോകുന്നത്. അവിടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ആണ്. ഡിവൈഡ് ബൈ അവിടുത്തെ സമയം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 30 തന്നെയാണ്. കാരണം ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എത്ര ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്തുള്ളൂ? 2.5 കിലോമീറ്ററേ ട്രാവൽ ചെയ്തുള്ളൂ. സോ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 30 ആണ്. അത് മിനിറ്റിലാണ്. അതിന് നമ്മൾ അവറിലാക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ സെയിം ആൻസർ തന്നെ അവിടെ കിട്ടില്ലേ? സെയിം ആൻസർ തന്നെ 5 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ആൻസർ തന്നെ അവിടെയും കിട്ടും. ആദ്യത്തെ 30 മിനിറ്റില് അയാളുടെ ആവറേജ് വെലോസിറ്റിയും അതുപോലെ ആവറേജ് സ്പീഡും ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത കണക്കാക്കേണ്ടത് എന്താണ്? ആദ്യത്തെ 50 മിനിറ്റിൽ, അതായത് 0 to 50 മിനിറ്റിന് ഇടയിലുള്ള ടൈം ഇന്റർവെല്ലില് അയാളുടെ ആവറേജ് സ്പീഡും അതുപോലെ ആവറേജ് വെലോസിറ്റി നമ്മൾ കണക്കാക്കണം. നോക്കാം നമുക്ക്. ആദ്യത്തെ 50 മിനിറ്റ് ആണ്. സോ അദ്ദേഹം വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്തുന്ന സമയം എന്ന് പറയുന്നത് 30 മിനിറ്റ്. അതുപോലെ മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയം 20 മിനിറ്റ്.
ഈ രണ്ട് സമയങ്ങളൊക്കെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 50 മിനിറ്റ് എന്ന് കിട്ടൂലേ? അതായത് അയാൾ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരാനെടുത്ത ടോട്ടൽ ടൈം ആണ് എത്ര? 50 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കണം. ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അയാൾ വീട്ടിൽ നിന്നും മാർക്കറ്റ് വരെ 2.5 കിലോമീറ്റർ, അത് പ്ലസ് 2.5 നമ്മൾ റെപ്രസെന്റ് ചെയ്യും. കാരണം അദ്ദേഹം എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചത് എന്നെടുക്കുന്നു. ഓക്കെ, ഇനി അദ്ദേഹം തിരിച്ച് മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു. അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നത്. സോ അദ്ദേഹം അവിടെ സഞ്ചരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ -2.5 എന്ന് എടുക്കും. സോ അത് എത്രയായിട്ട് നമുക്ക് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈ ഒരു കേസിൽ ടോട്ടൽ ടൈം 50 മിനിറ്റ് എടുക്കുമ്പോൾ സെയിം ആണ്. ഓക്കെ, സോ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അത് നമുക്ക് എത്ര തന്നെ കിട്ടും? 50 മിനിറ്റ് എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. സോ 50 മിനിറ്റിൽ, അതായത് 0 to 50 മിനിറ്റിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0 എന്ന് നമുക്ക് കിട്ടും. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ടാണ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് 0 ആവുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അയാളുടെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആണ്. അദ്ദേഹം വീട്ടിൽ നിന്നും മാർക്കറ്റിൽ പോയി, മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. സോ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. ഇനി ഈ ഒരു കേസിൽ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് 50 മിനിറ്റിൽ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് നോക്കാം. സോ അവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എങ്ങനെയാണ്? വീട്ടിൽ നിന്നും മാർക്കറ്റിലെത്തി, മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി, വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് 2.5 കിലോമീറ്റർ അല്ലേ? തിരിച്ച് മാർക്കറ്റിൽ നിന്നും വീട്ടിലത്തേക്ക് എത്ര തന്നെയാണ്? 2.5 കിലോമീറ്റർ. സോ ഇതാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈം ടേക്കൺ ആണ്. ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണ്? 50 മിനിറ്റ് ആണ്. എത്രയാണ്? 50 മിനിറ്റ് ആണ്. ഇത് നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബൈ 60 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് നമുക്ക് 5 ഡിവൈഡഡ് ബൈ 5/6 എന്ന് വരാം അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 into 6/5 റെസിപ്രോക്കൽ എടുത്ത് എഴുതാം. 5 into 6/5 ഇത് എത്രയായിട്ട് നമുക്ക് 6 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ 6 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ അവർ ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ അദ്ദേഹത്തിന്റെ 50 മിനിറ്റിൽ, അതായത് 0 to 50 മിനിറ്റിൽ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര കിട്ടി? നമുക്ക് 6 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. സോ ആദ്യത്തെ 50 മിനിറ്റിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 എന്നും അതുപോലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയും കിട്ടി? 6 കിലോമീറ്റർ പെർ അവർ എന്നും കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 0 to 40 മിനിറ്റിനിടയിലുള്ള അദ്ദേഹത്തിന്റെ ആവറേജ് സ്പീഡും അതുപോലെ ആവറേജ് വെലോസിറ്റിയും ആണ്. സോ 0 to 40 മിനിറ്റ് നമുക്കറിയാം. ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്തി. ഓക്കെ, തിരിച്ച് 20 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. സോ 40 മിനിറ്റ് ആകുമ്പോൾ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഫുൾ സമയം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ പകുതി എടുത്താൽ മതി, അതായത് 10 മിനിറ്റ്. സോ ഈ 30 പ്ലസ് ഈ 10, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടല് 40 മിനിറ്റ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് 40 കിട്ടുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് എത്താൻ 30 മിനിറ്റ് എടുത്തു. തിരിച്ച് മാർക്കറ്റിൽ നിന്നും 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എവിടം വരെ എത്തി? ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 40 മിനിറ്റ്, അതായത് ആദ്യത്തെ 40 മിനിറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് കണക്കാക്കണമെന്ന് നോക്കാം. ആദ്യത്തെ 40 മിനിറ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 40 മിനിറ്റ്, ഇതാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോ 0 to 30 മിനിറ്റ്, അതായത് 30 മിനിറ്റ് കൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് ട്രാവൽ ചെയ്തു. ഇനി അടുത്ത 20 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം തിരിച്ച് മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലത്തേക്ക് ട്രാവൽ ചെയ്തത്. ഓക്കെ, സോ ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടും ഇത് തിരിച്ച് നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുവാണ്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ഡയറക്ഷനിൽ അദ്ദേഹം യാത്ര ചെയ്ത് കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹത്തിന്റെ യാത്ര നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എത്തുവാണ്. സോ അദ്ദേഹം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 2.5 കിലോമീറ്റർ എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് റിട്ടേൺ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്ന 20 മിനിറ്റ് കൊണ്ടാണ്. സോ അദ്ദേഹം 30 മിനിറ്റ് ഇവിടെ ട്രാവൽ ചെയ്തു. തിരിച്ചൊരു 10 മിനിറ്റ് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയായി? 40 മിനിറ്റ്സ് ആയി. ഈ ഫുൾ ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. പകരം ഇവിടെ നിന്ന് തിരിച്ച് 10 മിനിറ്റും കൂടെ അദ്ദേഹം ട്രാവൽ ചെയ്താൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് പോകുന്നു, അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു യാത്രക്കിടയിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെ അദ്ദേഹത്തിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്. ഇവിടെ നിന്ന് ഇവിടെ പോയി തിരിച്ച് ഇവിടെ എത്തി. അവിടെ എത്തുമ്പോൾ 40 മിനിറ്റ് ആയെന്ന് വയ്ക്കുക. അത്രയാണ് അദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിന് കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് പ്ലസ് 2.5 കിലോമീറ്റർ ആണ്. അത് അദ്ദേഹം ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അതിന് നമ്മൾ പ്ലസ് സൈനിട്ടാണ് എടുക്കുന്നത്. തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ മൈനസ് സൈനിട്ടാണ് എടുക്കുന്നത്. കാരണം അവിടെ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ട്. സോ ഇവിടെ നിന്ന് ഇത്ര അദ്ദേഹം തിരിച്ച് ട്രാവൽ ചെയ്തു. സോ അത് നമ്മൾ മൈനസ് ചെയ്യണം.
അപ്പൊ എന്ത് ചെയ്യണം? ഈ 2.5 നിന്നും എത്രയെന്ന് ഈ 2.5 കിലോമീറ്ററിൽ നിന്നും അദ്ദേഹം 10 മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു അതങ്ങ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ടോട്ടൽ 2.5 കിലോമീറ്റർ നമുക്കുണ്ട്. ഓക്കെ, അതിൽ നിന്നും അദ്ദേഹം തിരിച്ച് റിട്ടേൺ യാത്ര ചെയ്തപ്പോൾ 10 മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോൾ അദ്ദേഹം എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്ത് നോക്കാം. അതങ്ങ് മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടല് 40 മിനിറ്റില് അദ്ദേഹം സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ ആണോ? ആ കൺസെപ്റ്റ് മനസ്സിലായത് നിങ്ങൾക്ക്? അതായത് നമ്മള് 40 മിനിറ്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് 2.5 കിലോമീറ്റർ പോസിറ്റീവ് ഡയറക്ഷനിൽ പോവുകയാണ്. തിരിച്ച് അദ്ദേഹം നെഗറ്റീവ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ കുറച്ച് ഭാഗം ഈ നെഗറ്റീവ് കൊണ്ട് ക്യാൻസൽ ആയി പോകും. പക്ഷെ അദ്ദേഹം തിരിച്ച് ഇവിടെ എത്തിയിരുന്നെങ്കിൽ 50 മിനിറ്റ് ട്രാവൽ ചെയ്തെങ്കിൽ ഫുൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയന. പക്ഷെ ഇവിടെ ഫുള്ള് 0 ഇല്ല. കാരണം എന്താണ്? അദ്ദേഹം 40 മിനിറ്റ് ട്രാവൽ ചെയ്തപ്പോൾ എടുത്ത ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണക്കാക്കാനുള്ളത്. സോ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും എത്തിക്കാണോ നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഇവിടെ നിന്ന് തിരിച്ചിവിടം വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അത് നമുക്ക് കണക്കാക്കിയാൽ മതി. സോ ഇത് ഫൈനൽ പൊസിഷൻ ആയിട്ടും അതുപോലെ ഇത് ഇനിഷ്യൽ പൊസിഷൻ ആയിട്ടും എടുക്കുന്നു. ഇനി ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 2.5 കിലോമീറ്റർ. ഈ 2.5 കിലോമീറ്ററിൽ നിന്നും അദ്ദേഹം ഈ സഞ്ചരിച്ച ഈ ഡിസ്പ്ലേസ്മെന്റ് കുറയ്ക്കുന്നു. എത്ര കുറയ്ക്കുന്നു? ഈ 10 മിനിറ്റോട് ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് അദ്ദേഹം സഞ്ചരിച്ചു എന്ന് വെക്കുക, അതങ്ങ് കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അദ്ദേഹത്തിന്റെ 40 മിനിറ്റിലുള്ള കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ 40 മിനിറ്റിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണക്കാക്കുന്നു. സോ 2.5 മൈനസ് അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം S അല്ലെങ്കിൽ V വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. സോ അദ്ദേഹം 10 മിനിറ്റിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് S × T എന്ന് നമ്മൾ എടുക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ അവിടുത്തെ സ്പീഡും ഇൻറ്റു ടൈം നമ്മൾ ചെയ്താൽ അപ്പൊ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 7.5 ആണ്. എത്രയാണ്? 7.5 കിലോമീറ്റർ പെർ അവർ ആണ്. സോ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 7.5 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു അദ്ദേഹം ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് എത്ര മിനിറ്റ് ആണ്? 10 മിനിറ്റ് ആണല്ലേ? ആ 10 മിനിറ്റിലെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ 10 മിനിറ്റിൽ അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കി നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്താൽ 2.5 അപ്പൊ നമുക്ക് 40 മിനിറ്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് കിട്ടും. ഓക്കെ, സോ 7.5 ഇൻറ്റു 10 മിനിറ്റ്. ഇനി 10 എന്ന് പറയുന്നതിലാണ് മിനിറ്റിലാണ്, 7.5 എന്നുള്ള കിലോമീറ്റർ പെർ അവർ ആണ്. സോ ഈ 10ന് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 60 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.5 മൈനസ് 1.25 എന്ന് കിട്ടും. സോ 2.5 മൈനസ് 1.25 നമുക്ക് എത്ര കിട്ടും? 1.25 കിലോമീറ്റർ എന്ന് കിട്ടും. യൂണിറ്റ് ശ്രദ്ധിക്കുക, കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് 40 മിനിറ്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുന്നത്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. സോ ആവറേജ് വെലോസിറ്റി ഇൻ 40 മിനിറ്റ്. ആ 40 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 1.25 കിലോമീറ്റർ ആണ്. ഡിവൈഡ് ബൈ അത് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്? 40 മിനിറ്റ് തന്നെയാണ്. സോ 40 ഡിവൈഡ് ബൈ അതിനെ നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 40 ഡിവൈഡ് ബൈ 60 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും അറിയാമോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ 1.875 എന്ന് കിട്ടും. എത്ര കിട്ടും? 1.875 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. സോ ഇതായിരിക്കും ആവറേജ് വെലോസിറ്റി ഇൻ 40 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവറേജ് സ്പീഡ് ഇൻ 40 മിനിറ്റ്. എന്താണ് ആവറേജ് സ്പീഡ് ഇൻ 40 മിനിറ്റ്? സോ അവിടെ നമ്മൾ ഈ ഫുൾ ഡിസ്റ്റൻസ് കണക്കാക്കണം. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്റർ. തിരിച്ച് അദ്ദേഹം 10 മിനിറ്റ് കൂടെ ട്രാവൽ ചെയ്തു. അപ്പോഴേ 40 മിനിറ്റ് ആവുള്ളൂ. ആ 10 മിനിറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 1.25 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2.5 പ്ലസ് 1.25 ചെയ്യണം. കാരണം എന്താണ്? ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട. സോ ഇങ്ങോട്ട് പോയാലും ഒക്കെ നമ്മൾ പോസിറ്റീവ് തന്നെയാണ് എടുക്കുന്നത്. സോ ഡിസ്റ്റൻസ് കണക്കാക്കുമ്പോൾ നമ്മൾ ഡയറക്ഷന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ നമ്മൾ ഡയറക്ഷൻ പ്രാധാന്യം കൊടുക്കണം. കാരണം അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് സ്കേലാർ ക്വാണ്ടിറ്റി ആവുമ്പോൾ നമ്മളവിടെ ഡയറക്ഷൻ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളവിടെ 2.5 പ്ലസ് 1.25 നമ്മൾ എടുക്കുന്നു. കാരണം ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയും അതുപോലെ തിരിച്ച് ഇവിടെ മുതൽ ഇവിടം വരെയും. അപ്പോഴാണ് 40 മിനിറ്റ് ആവുന്നത്. സോ 2.5 പ്ലസ് 1.25 ഡിവൈഡ് ബൈ 40 ബൈ 60 എന്ന് വരെ അല്ലേ? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5.625 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. എത്ര കിട്ടും? 5.625 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. സോ നമ്മൾ 40 മിനിറ്റിൽ അദ്ദേഹം സഞ്ചരിച്ച ആവറേജ് വെലോസിറ്റിയും അതുപോലെ ആവറേജ് സ്പീഡ് നമ്മൾ കണക്കാക്കി കഴിഞ്ഞു. ഓക്കെ, സോ ആദ്യത്തെ 30 മിനിറ്റ് കൊണ്ടും 50 മിനിറ്റ് കൊണ്ടും 40 മിനിറ്റ് കൊണ്ടും ആ വ്യക്തി സഞ്ചരിച്ച ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും നമ്മൾ കണക്കാക്കി കഴിഞ്ഞു. ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്,
40 മിനിറ്റിൽ അദ്ദേഹം സഞ്ചരിച്ച ആവറേജ് വെലോസിറ്റി കണക്കാക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണുവാൻ സാധിക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് of 54 km per hour is brought to rest in 90 seconds. Find the retardation and distance traveled by the car before coming to rest. Okay, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് എടുത്തെഴുതാം. നമുക്ക് തന്നിട്ടുണ്ട് എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km per hour. 54 km per hour സഞ്ചരിക്കുന്ന ഒരു കാറാണ്. is brought to rest in 19 seconds. അതായത് 54 km per hour ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. is brought to rest, എന്നിട്ട് അത് റെസ്റ്റിലാവുന്നു in 19 seconds. അതായത് റെസ്റ്റിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അതുപോലെ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 54 km per hour ആയിരിക്കും. ഓക്കെ, 90 seconds എന്ന് പറയുന്നത് അതായത് സമയം t = 90 seconds ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 54 km per hour എന്നും അതുപോലെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാറ് സ്റ്റോപ്പ് ആയി, അതുകൊണ്ടാണ് ഫൈനൽ വെലോസിറ്റി 0 എന്ന് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നു ഫൈൻഡ് ദ റിട്ടാർഡേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. ഫൈൻഡ് ദ റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതിനെ ഞാൻ ആക്സിലറേഷൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ എസ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഈ വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുണ്ട് v = 0, u = 54 km per hour and t = 90 seconds. ഓക്കെ, ഇവിടെ u എന്ന് പറയുന്നത് എത്രയാണ്? 54 km per hour ആണ്. ഓക്കെ, അവിടെ സമയം എന്ന് പറയുന്നത് സെക്കൻഡ്സിലുമാണ്. പക്ഷേ ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ അവറിലാണ് കിടക്കുന്നത്. സോ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. കിലോമീറ്റർ പെർ അവർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കണം. സോ 54 km per hour തന്നിരിക്കുന്നു. ഒരു കിലോമീറ്റർ പെർ അവറിൽ ഒരു ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 5/18 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 54 km per hour ആണുള്ളത്. എത്രയാണുള്ളത്? 54 km per hour ആണുള്ളത്. സോ 54 km per hour ആണ്. സോ കിലോമീറ്ററിനെ മീറ്ററിലാക്കാൻ നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവറിനെ സെക്കൻഡിലേക്ക് ആക്കാൻ ഒരു അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്. ഇനി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. സോ 60 × 60 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. സോ നമുക്ക് 10/36 എന്ന് കിട്ടും. സോ ഇനി നമ്മൾ എന്തെന്ന് എഴുതാം? 5/18 എന്ന് കിട്ടും. സോ അതായത് കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 54 × 5/18 എത്ര? 54 × 5/18. 18 54 3 ടൈംസ്. സോ 3 × 5 നമുക്ക് എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം ഒരേ യൂണിറ്റിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൺവേർഷൻ ചെയ്ത് എഴുതുന്നത്. സോ നമ്മുടെ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ ഒരേ യൂണിറ്റിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് v ഉണ്ട്, u ഉണ്ട്, t ഉണ്ട്. ഓക്കെ, ഇനി നമ്മളത് പറഞ്ഞിരിക്കുന്നു ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിട്ടാർഡേഷൻ ആണ് ഇവിടെ കാറിന്റെ കേസിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, v = u + at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിന് നമ്മുടെ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആക്സലറേഷൻ കിട്ടും. ഇവിടെ നമുക്ക് v എത്രയാണ്? v എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? u എന്ന് പറയുന്നത് എത്രയാണ്? u എന്ന് പറയുന്നത് 54. അതായത് നമ്മൾ 15 മീറ്റർ പെർ സെക്കൻഡ്. സോ 15 പ്ലസ് a നമുക്കറിയില്ല, a നമുക്ക് കണ്ടുപിടിക്കണം, ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് 90 ആണല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് 90 a = -15 എന്ന് എഴുതാം. ദെൻ a = -15/90 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കൂ. ഇനി ഒന്ന് ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? ഇതിനെ നമുക്ക് 6 കൊണ്ട് ക്യാൻസൽ ചെയ്തൂടെ? 90 15 6 ടൈംസ് ഇറങ്ങും. സോ 1/6 എന്ന് കിട്ടും അല്ലേ? സോ നമുക്ക് -1/6 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആക്സലറേഷൻ നമുക്ക് -1/6 എന്ന് കിട്ടും. ആക്സലറേഷൻ ആണ് -1/6. സോ ഇവിടുത്തെ റിട്ടാർഡേഷൻ എന്താണ്? സോ ഇവിടുത്തെ റിട്ടാർഡേഷൻ എന്ത് കിട്ടും? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ, d എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് നമുക്ക് എത്ര കിട്ടും? 1/6 എന്ന് കിട്ടും. ആക്സലറേഷൻ നമ്മുടെ മൈനസ് കൊടുത്തത്, കാരണം ഇവിടുത്തെ റിട്ടാർഡേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ആക്സലറേഷൻ ടൈമിൽ കണ്ടുപിടിച്ചപ്പോൾ -1/6 എന്ന് കിട്ടി. കാരണം എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിട്ടാർഡേഷൻ ടൈമിൽ എടുത്ത് എഴുതുമ്പോൾ നമ്മളത് 1/6 തന്നെ എഴുതണം. റിട്ടാർഡേഷൻ വെച്ചാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. സോ നമ്മൾ അത് എടുത്ത് എഴുതുമ്പോൾ 1/6 തന്നെ എടുക്കണം. അവിടെ മൈനസ് കയറി കൊടുക്കരുത്. ആക്സലറേഷൻ ടൈമിൽ എഴുതുമ്പോൾ മാത്രമേ നമ്മളവിടെ നെഗറ്റീവ് കൊടുക്കാൻ
പാടുള്ളൂ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അതായത് കാർ റെസ്റ്റിലാവുന്നതിന് മുന്നേ എത്ര സമയം ആ കാർ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ റിട്ടാർഡേഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. റിട്ടാർഡേഷൻ ഡി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 1/6 എന്ന് കിട്ടിയല്ലേ. ഇനി കാർ റെസ്റ്റിലാവുന്നതിന് മുന്നേ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നമുക്ക് കണക്കാക്കണം. നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഇത് കണക്കാക്കാനുള്ള ഇക്വേഷൻ S = UT + ½ AT² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ ഡെറൈവ് ചെയ്തതാണ്. സോ ഇവിടെ S ആണ് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ട്രാവൽ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി വാല്യൂസ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ S നമ്മൾ കണ്ടുപിടിക്കണം. സോ S = UT. U എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. അതുപോലെ ടൈം T എന്ന് പറയുന്നത് 90 ആണ്. പ്ലസ് 1/2 × A. A എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ്. സോ ദാറ്റ് ഈസ് -1/6 ആണ്. എത്രയാണ്? -1/6. കാരണം ഇവിടെ ആക്സിലറേഷൻ ടൈമിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് ആക്സിലറേഷൻ ടൈമിൽ റിട്ടാർഡേഷൻ എഴുതുമ്പോൾ നമ്മൾ -1/6 എന്ന് തന്നെ എഴുതണം. സോ -1/6 × T². T² എന്ന് പറയുമ്പോൾ എത്രയാണ്? 90 × 90 എന്ന് വരും അല്ലേ. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 15 × 90 ആണ്. 15 × 90. അപ്പം 90 9 45 1350 എന്ന് കിട്ടും അല്ലേ. സോ 1350 എന്ന് കിട്ടും. മൈനസ് ആണ്. മൈനസ് അല്ലേ? മൈനസ് ആണ്. കാരണം ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് ഇപ്പുറത്ത് വരും അല്ലേ. പ്ലസിന്റെ അവിടെ മൈനസ് വരും. 1/2 × 1/6 അല്ലേ. ഇവിടെ നമുക്ക് ഈ 6ഉം 90ഉം കൂടെ വെട്ടിക്കൂടെ? 6ഉം 90ഉം കൂടെ വെട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും അല്ലേ. 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ടും നമ്മൾ 90 കൂടെ വെട്ടിയാൽ നമുക്ക് 45 എന്ന് കിട്ടും. എത്ര കിട്ടും? 2 90 കൂടെ വെട്ടിയാൽ നമുക്ക് 45 കിട്ടും. 15 × 45 എന്ന് പറയുന്നത് നമുക്ക് 675 കിട്ടും. എത്ര കിട്ടും? 675. അങ്ങനെയാണെങ്കിൽ 1350 - 675 നമുക്ക് എത്ര കിട്ടും? 675 എന്ന് കിട്ടും. ഇത് കിട്ടുന്നത് മീറ്ററിലായിരിക്കും. കാരണം നമ്മളിവിടെ മീറ്റർ/സെക്കൻഡിലാണ് നമ്മളിവിടെ വെലോസിറ്റീസ് ഒക്കെ പറഞ്ഞത്. സോ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും. അതെന്ന് പറയുന്നത് 675 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ചത് കറസ്പോണ്ടിങ് ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഇൻ ടേംസ് ഓഫ് ആക്സിലറേഷൻ വിച്ച് ഈസ് -1/6 അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഡി ആർ ചോദിച്ചു കഴിഞ്ഞാൽ 1/6 എന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇനി അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിഫോർ ദ കാർ കമ്മിങ് ടു റെസ്റ്റ്. അതായത് റെസ്റ്റിലാവുന്നതിന് മുന്നേ ആ കാർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നമ്മൾ കണക്കാക്കി. അത് 675 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ബോഡി മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ along x-axis. Its distance from the origin is given by the equation x = 8t - 3t², where x is in meters and t in seconds. Okay, find the displacement of the particle when the velocity is 0. So ആ ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ ഒറിജിനിൽ നിന്നും ഡിസ്റ്റൻസ് കണക്കാക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 8t - 3t² ആണ്. എത്രയാണ്? x = 8t - 3t² ആണ്. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മൂവ് ചെയ്യുന്നു along x ആക്സിസ്. അതിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ കണ്ടുപിടിക്കാനുള്ള കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് x = 8t - 3t². അതായത് കറസ്പോണ്ടിങ് പൊസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ ടൈമിൽ 8t - 3t² നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ്സ് വെലോസിറ്റി 0. അതിന്റെ വെലോസിറ്റി 0 ആവുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പൊസിഷൻ ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ വെൻ വെലോസിറ്റി 0. അതായത് വെലോസിറ്റി 0 ആകുമ്പോൾ ആ പാർട്ടിക്കിൾ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ആ പാർട്ടിക്കിൾ ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. ഈ ഫംഗ്ഷൻ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പൊസിഷൻ ഫംഗ്ഷന് നമ്മൾ ടൈമിൽ ഡെറിവേറ്റീവ് എടുത്താൽ dx/dt എടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് വെലോസിറ്റി ഫംഗ്ഷൻ കിട്ടും. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d/dt ഓഫ് 8t - 3t² എന്ന് കിട്ടും അല്ലേ. സോ d/dt ഓഫ് 8t, 8 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പുറത്തെടുക്കുന്നു. ഇൻറ്റു dt/dt എന്ന് കിട്ടും. ഇവിടെ dt/dt എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 1 ആണ്. ഇനി -3 ഇൻറ്റു 3 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു. ഇനി d/dt ഓഫ് t² ആണ്. d/dt ഓഫ് t². ഓക്കെ, ഇനി 8 ഇൻറ്റു dt/dt 1 തന്നെയാണ്. ഓക്കെ, -3 ഇൻറ്റു d/dt ഓഫ് t². അതായത് d/dt ഓഫ് t⁻n എന്നുള്ള ഫോമിലാണ്. അതിന്റെ വാല്യൂ എന്താണ്? nt⁻n-1. സോ നമുക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 2t⁻1 എന്ന് കിട്ടും. സോ 2t എന്ന് തന്നെ കിട്ടും. സോ 8 മൈനസ് എത്ര കിട്ടും? 60 എന്ന് കിട്ടും. സോ കറസ്പോണ്ടിങ് വെലോസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് എത്രയാണ്? v = 8 - 60 എന്ന് എത്ര കിട്ടും? 8 - 60 എന്ന് കിട്ടും. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ വെൻ വെലോസിറ്റി 0. വെലോസിറ്റി 0 ആവുമ്പോൾ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വെലോസിറ്റി 0 ആവുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ടൈം നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അതായത് വെലോസിറ്റി 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഇതിൽ നമ്മൾ വെലോസിറ്റി 0 എന്ന് കൊടുക്കണം. ഓക്കെ, സോ 8 - 60 = വെലോസിറ്റി v ആണ്. 8 - 60 = വെലോസിറ്റി എത്രയാണ്? 0 ആണ് തന്നിട്ടുണ്ട് അല്ലെ. 0 ആവുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണക്കാക്കുന്നത്. സോ
8 - 60 = 0 എന്ന് കൊടുക്കാം. അതിൽ നിന്നും 8 = 60 എന്നും അവിടെ നിന്ന് t = 8/6 എന്ന് എഴുതാം. t എന്തെന്ന് എഴുതാം? 8/6 എന്ന് എഴുതാം. അതായത് t എത്ര കിട്ടും? 4/3 seconds എന്ന് എത്ര കിട്ടും? t 4/3 seconds ആണ്. കാരണം t in seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ t 4/3 seconds കിട്ടും. അതായത് t എന്ന് പറയുന്നത് 4/3 സെക്കൻഡ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റി 0 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് വെലോസിറ്റി 0 ആവുമ്പോൾ ടൈം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവൂ? ഈ ടൈമിന്റെ വാല്യൂ എടുത്ത് നമ്മുടെ കറസ്പോണ്ടിങ് പൊസിഷൻ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി 0 ആവുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇത് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഏത് ടൈമിലാണ് വെലോസിറ്റി 0 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ടൈം വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൊസിഷന്റെ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം x എന്താണ്? 8t - 3t² ആണല്ലേ. ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? 4/3 എന്ന് കൊടുക്കുന്നു. സോ 8 × 4/3 എന്ന് കിട്ടും അല്ലേ. 8 × 4/3 - 3 × 4/3 the whole square എന്ന് കിട്ടും അല്ലേ. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 32/3 എന്ന് വരും. 32/3 മൈനസ് ഇനി ഇതിനെന്ത് ചെയ്യാൻ പറ്റും? 3 × 4/3 × 4/3 എന്ന് എടുക്കാം അല്ലേ. സോ ഇവിടെ 3 3 കട്ടായി. ഓക്കെ, സോ 32/3 മൈനസ് 16/3 എന്ന് കിട്ടും അല്ലേ. 16/3. സോ നമുക്ക് ഇത് എത്ര കിട്ടും? ഇത് 16/3 എന്ന് തന്നെ കിട്ടും. സോ ഈ 16/3യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 5.333 മീറ്റർ എന്ന് കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. 5.33 മീറ്റർ എന്ന് കിട്ടും. സോ നമ്മൾ വെലോസിറ്റി 0 ആകുമ്പോഴുള്ള കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയുന്ന ഒരു പൊസിഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ആ പൊസിഷൻ ഫംഗ്ഷൻ x = 8t - 3t² ആയിരുന്നു. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി 0 ആകുമ്പോഴുള്ള കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വെലോസിറ്റി 0 ആവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കണം എന്താണ്? നമ്മുടെ പൊസിഷൻ ഫംഗ്ഷൻ ആണ്. അതിനെ ടൈം ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് വെലോസിറ്റി ഫംഗ്ഷൻ കിട്ടും. അത് നമുക്ക് 8 - 60 എന്ന് കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റി 0 ആകുമ്പോൾ ടൈം കണ്ടുപിടിക്കണം. കാരണം ആ ടൈം കണ്ടുപിടിച്ചാലേ നമുക്ക് അത് ഈ പൊസിഷൻ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി വെലോസിറ്റി 0 എന്ന് വെച്ചാൽ 8 - 60 = 0. ആ 0 ആവുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 4/3 seconds ആണ്. ഓക്കെ, ഇനി ആ 4/3 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷനിൽ പൊസിഷൻ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കും. പൊസിഷൻ ഫംഗ്ഷൻ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അവസാനം 5.33 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഞാൻ ഈ ബോർഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുത്ത് കറസ്പോണ്ടിങ് പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പുകൾ അതുപോലെ എഴുതിയെടുത്ത് തന്നെ പോകണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇനി 2-3 സെക്ഷനിലൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്തു തീർക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും നന്ദി.